കൊലപാതക കേസിൽ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം വൈകും. മോചന ഹർജിയിൽ ഇന്ന് ഉത്തരവുണ്ടായില്ല. റിയാദ് കോടതി കേസ് 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കും. ജിദ്ദയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുകയാണ്. അഫ്താബ്, എന്താണ് കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയത്? കേസിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നത് റഹീമിന്റെ മോചന ഉത്തരവ് ഉണ്ടായേക്കുമെന്നായിരുന്നു. റിയാദിലെ നിയമസഹായ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത്. ഇന്ന് രാവിലെ കേസ് കോടതി പരിഗണിച്ചു. ഇതിലൊരു സിറ്റിംഗ് ആണ് ഇന്ന് കോടതി നിശ്ചയിച്ചിരുന്നത്. ഇത് പ്രകാരം കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം ഇത് കൂടുതലായി പരിശോധിക്കാൻ വേണ്ടി വീണ്ടും 2 ആഴ്ചത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട റഹീമിന്റെ വധശിക്ഷ നേരത്തെ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇനി വരാനുള്ളത് മോചന ഉത്തരവ് മാത്രമാണ്. ആ ഉത്തരവിലാണ് റിയാദ് നിയമസഹായ സമിതിയും അദ്ദേഹത്തിന്റെ കുടുംബവും ജനങ്ങളും എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളിലും നടപടിക്രമങ്ങളെല്ലാം നേരത്തെ പൂർത്തിയായിട്ടുണ്ട്. റഹീമിന്റെ അഭിഭാഷകനായ ഉസാമ അൽ അംബറും എംബസി ഉദ്യോഗസ്ഥനായ യൂസുഫ് കാക്കഞ്ചേരിയും റഹീമിന്റെ കുടുംബ പ്രതിനിധിയായ സിദ്ദീഖ് തുബൂരുമാണ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നത്. രാവിലെ 8:30ക്കായിരുന്നു കേസ് കോടതി പരിഗണിച്ചത്. ഇത് പരിശോധിച്ച ശേഷമാണ് കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് പരിഗണിക്കുമെന്ന കാര്യം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും കേസ് പരിഗണിക്കുകയും അതിൽ മോചന ഉത്തരവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കോടതി കടക്കുകയും ചെയ്യുക. ജിദ്ദയിൽ നിന്ന് അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.